ഫ്രണ്ട്സ്, വീണ്ടും ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. സോ ആ ട്രാവലിന് റെഡിയായി നിൽക്കുകയാണ്. കവിനല്ല പോകുന്നത്, ഞാനാണ് പോകുന്നത്. അപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എയർപോർട്ടിലെത്തിയിട്ട് കാണിക്കാം. സോ ഗൈസ്, നമ്മളങ്ങനെ ബസ് സ്റ്റേഷൻ വരെ പോകുന്നത്. ബസ്സിലാണ് നമ്മൾ ലണ്ടൻ എയർപോർട്ടിൻ്റെ അകത്ത് ഇറങ്ങുന്നത്. അപ്പം ക്യാബിലാണ് ഞാനും കവിനും ഉണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നിന്നൊരു 10 മിനിറ്റേ ഉള്ളൂ. ബസ് സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ ഞാൻ എന്താ ബസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ബസ് വന്നിട്ടില്ല. 3:05 ഇവിടുന്ന് ബസ്. 2 മണിക്കൂർ എടുക്കും ഹീത്രോ എയർപോർട്ടിൻ്റെ അകത്തെത്താൻ. സോ ഞാനും കവിനുണ്ട്. കവിനാണ് ഹെൽപ്പ് ചെയ്തത് ഈ ലഗേജ്. കാരണം ഇത്രയും ലഗേജ് ഉണ്ട്. 1, 2, 3 ട്രോളി ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ബാക്ക് പാക്കും ഉണ്ട്. കവിൻ ഹെൽപ്പ് ചെയ്തു. ഇതാണ് ആ ഒരു ബസ് സ്റ്റേഷൻ. ആൾക്കാരൊക്കെ വെയിറ്റിംഗാണ്. എല്ലാവരുടെ കയ്യിൽ നല്ല ലഗേജൊക്കെ ഉണ്ട്. ആ ലഗേജൊക്കെ എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഗൈസ്, ആ ബസ് വന്നിട്ടുണ്ട്. ആരും കയറി തുടങ്ങിയില്ല. ഇവിടെ ഒരു ക്യൂ തന്നെയുണ്ട്. ഇത് എയർപോർട്ടിലോട്ട് പോകുന്ന ബസ്സാണ്. അവർ ലഗേജൊക്കെ വയ്ക്കുന്ന ഏരിയ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ലഗേജെല്ലാം ഇനി അതിൻ്റെ അകത്ത് കയറ്റണം. അങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അവർ ഭയങ്കര വലിയ ബസ്സാണ്. പക്ഷേ ഒരു 9 പേരൊക്കെ ഉള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത ബസ്സാണ്. ലഗേജൊക്കെ എല്ലാം നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ സീറ്റൊക്കെയാണ്. പുഷ് ബാക്ക് സീറ്റുള്ള ബസ്സാണ്. ഒരു 2 hours ആകുമ്പം നമ്മൾ ലണ്ടനിലെത്തും, അതായത് എയർപോർട്ടിലെത്തും. സോ നമുക്കിനി ബസ്സിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാം. സോ ഗൈസ്, അങ്ങനെ 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഹീത്രോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ടെർമിനൽ 2 എന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. നല്ല സീനാണ്. ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് കയ്യിൽ ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പം എസ്കലേറ്ററിലേക്ക് പോവാം. ടെർമിനൽ 2ലാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ടെർമിനൽ 2. ഇത്രയും ലഗേജ് ഉള്ളത് കൊണ്ട് ക്യാമറ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല ഷൂട്ട് ചെയ്യാൻ. നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ എയർപോർട്ടിൻ്റെ അകമൊക്കെ. സോ ഗൈസ്, ഞാൻ പോയി ചെക്കിനൊക്കെ ചെയ്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ ചെക്കിനെല്ലാം കഴിഞ്ഞു. ലഗേജ് ഡ്രോപ്പ് ചെയ്തു, ഇറങ്ങി. ഒരു രക്ഷയില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. എത്ര മണിക്കൂർ അവിടെ നിന്നെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റല്ലേ എനിക്ക് കിട്ടിയത്. ഞാനിപ്പോൾ വേറെ ഫ്ലൈറ്റിലാണ് വരുന്നത്. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കുപ്പി മേടിക്കാം. കുപ്പി മേടിക്കുന്നതിൻ്റെ ഷോപ്പിങ്ങിലോട്ട് പോകാം. ഇത് ഫുൾ ഷോപ്പിങ്ങിൻ്റെ ഏരിയയാണ്. ഇവിടെ എല്ലാ ഷോപ്പുകളാണ്. നമുക്കപ്പം കുപ്പി മേടിക്കണം. ബോട്ടിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഇവിടെയൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടോ, മെർമെയ്ഡ് ജിന്ന്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ജാക്ക് ഡാനിയൽസ് 2 എണ്ണം 45 പൗണ്ട്. ഈ 2 ജാക്ക് ഡാനിയൽസിന് 45 പൗണ്ടേ ഉള്ളൂ. അതായത് 4500 രൂപ 2 എണ്ണത്തിന്, 1 ലിറ്ററിൻ്റെ. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ. ഇത് വോഡ്കയാണ്, ഗ്രേ ഗൂസ് എന്നൊക്കെ പറയുന്നത്. ഗ്രേ ഗൂസ് എത്രയാണ്? 1 ലിറ്റർ 28 പൗണ്ട്. ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്കറിഞ്ഞില്ല. പിന്നെ അബ്സല്യൂട്ട് വോഡ്ക,
രണ്ടെണ്ണ 25 പൗണ്ട്, 2500 രൂപ. നമുക്ക് 2 ലിറ്ററെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബക്കാടി, അങ്ങനെ കുറേ സാധനം. റെഡ്മാൻ ഫിംഗേഴ്സ്, ഇതൊക്കെ എന്ത് സാധനമാണ് അത്? ഇത് ജാക്ക് ഡാനിയൽസിൻ്റെ കോംബോ പാക്ക്, ഫിൻ പാക്ക്, ജോണി വാക്കറിൻ്റെ ഫിൻ പാക്ക്. ഒരു കുപ്പി മേടിക്കുന്നതിന് മുമ്പ് സോനിയേഴ്സ് എന്തെങ്കിലും നോക്കാം. ഈ സാധനങ്ങളുള്ള ഇതൊരു പെന്നാണ്. നല്ല രസമുണ്ട് സാധനം. ഇതെന്തോ, ഇത് മേക്ക് യുവർ ഓൺ ടെലിഫോൺ ബോക്സ് കീ റിങ്ങാണ്. ഇത് ലണ്ടൻ ബസ്, ഇത് എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. ലണ്ടൻ നല്ല കിടിലൻ കീച്ചൻ. ദിസ് ഈസ് നോട്ട് എ ടോയ്, ഇറ്റ്സ് എ കീച്ചൻ. 4 for 15 pounds അല്ലെങ്കിൽ 5 pounds. നല്ല സാധനം. വേറെ കൂടെ നോക്കിയിട്ട് മേടിക്കാം. നല്ല കിടില സാധനമാണല്ലോ. അത് നെറ്റിലാണ് ഫുള്ള്. ഇത് കൊള്ളാം, നല്ല സാധനം. ബാക്കിയുള്ള സാധനങ്ങളും കൂടെയൊക്കെ നോക്കാം. ബ്ലൂ ലേബൽ, ഐലൻഡ് ഗ്രീൻ. ഇതൊക്കെ ഏത് ബ്രാൻഡാണോ? ബ്ലാക്ക് പിറ്റ്സ്, 46% ആൽക്കഹോളാണ് ഇതിന്. ടീലിംഗ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ജാക്ക് ഡാനിയൽസ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഏറ്റവും വില കുറവ്. കാരണം അത് 2 45 വരുന്നത്. പിന്നെ ജൂറ, അങ്ങനെ കുറേ ബ്രാൻഡ് ഉണ്ട്. ഇതെന്തുവാ സംഭവം? പാഡിങ്ടണിൻ്റെ ബാഗ്. കാറിൽ ഹാങ് ചെയ്യണ എന്തെങ്കിലും ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. വാലന്റൈൻസിൻ്റെ വില ഉണ്ട്. 18 പൗണ്ടേ ഉള്ളൂ, അതായത് 1800 രൂപ. നാട്ടിൽ എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, എനിക്ക് അറിഞ്ഞൂടാ. This one is Japanese whiskey. Japanese whiskey ആണ് guys. ഇതെല്ലാം ജാപ്പനീസ് ഐറ്റമാണ്. ഇതിന് നല്ല വിലയും ഉണ്ട് കേട്ടോ. 173 പൗണ്ട്സ് ഒക്കെ ഉണ്ട്, ഏകദേശം 20,000 അടുപ്പിച്ച് വരും. മങ്കി ഷോൾഡർ 1 ലിറ്റർ 26 പൗണ്ട്സ്. ഇവിടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്, കോപ്പി റൈറ്റ് അടിക്കാൻ അറിഞ്ഞൂടാ. Chivas 12 twin pack. Will always carry a 40 pounds. ഇതൊക്കെ വേറെ ബ്രാൻഡ്സുകളാണ്.
ഇത് ഷാമ്പെയിനാണ് ഗൈസ് ഇരിക്കുന്നത്. ഇത് വൈനാണ് ഗൈസ്. ഈ ഇരിക്കുന്ന എല്ലാം വൈനുകളാണ്. പല ടൈപ്പ് വൈനുണ്ട്. ഇറ്റാലിയൻ വൈനുണ്ട്, വൈന് റെഡ് വൈൻ്റെ എന്നും തോന്നുന്നു. വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സ്റ്റാർട്ടിങ് 9 pounds ആണ്, അതായത് 900 rupees. ഏറ്റവും കൂടിയത് ഏകദേശം 119 pounds, 11,000. ഇനി നമ്മൾ അടുത്ത പോകുന്നത് ചോക്ലേറ്റ് സെക്ഷനിലോട്ടാണ്. ചോക്ലേറ്റ്സ് ആവശ്യത്തിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ട്. ഇത് ലിൻഡിൻ്റെ ചോക്ലേറ്റാണ്. ഞാൻ ലിൻഡ് തന്നെ മേടിച്ചത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിനി ഇത് വയ്ക്കാൻ ബാഗിൽ സ്ഥലമില്ല. നമ്മൾ നടന്ന് ചോക്ലേറ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഡയറി മിൽക്കുകൾ. ഉണ്ടോ, വലിയ ബാറൊക്കെയാണ്. ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ടോബ്ലറോണിൻ്റെ സെക്ഷൻ. ഇത് കുഴപ്പമില്ലെന്നാണ് ഈ ടോബ്ലറോൺ. അവരുടെ എന്തോ സ്പെഷ്യൽ എഡിഷൻ ആണെന്ന് തോന്നുന്നു. ടോബ്ലറോണിൻ്റെ ടൈനി പാക്കറ്റ്സും ഉണ്ട്. 40. ഞാൻ ടോബ്ലറോണ് മേടിക്കാത്ത, അതിപ്പോൾ നാട്ടിൽ കിട്ടും, അതുകൊണ്ട് മേടിക്കാത്ത. പിന്നെ അത് പറയത്തക്ക അത് അത്ര ഹൈപ്പുള്ള സംഭവമല്ല. ഇതെല്ലാം ടോബ്ലറോണിൻ്റെ ടൈനിയാണ്. ഇത് 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 14 pounds, 1400 രൂപ. ഒരെണ്ണത്തിൽ എനിക്ക് തോന്നുന്നു, ഒരെണ്ണത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്ക്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. 63 പീസ് ഉണ്ട്. മിക്സഡ് ആണത്. വൈറ്റ്, ഡാർക്ക്, മിൽക്ക് എല്ലാം കൂടെ ചേർന്ന്. M&M ഞാൻ മേടിച്ചായിരുന്നു. ഇത് M&Mൻ്റെ കണ്ടെയ്നേഴ്സ് വരുന്നത്. കണ്ടെയ്നർ കിട്ടുന്നേ ഉള്ളൂ. ഞാൻ പാക്കറ്റാണ് മേടിച്ചത്, അതാ ലാഭം. കിൻഡറും ഞാൻ മേടിച്ചു. കിൻഡർ ബ്യൂണോ. ഇതാണ് കുപ്പികളുള്ള ഷോപ്പിൻ്റെ ആ ഒരു വ്യൂ. ഇവിടെ നല്ല ലിക്കേഴ്സ് കിട്ടും, നല്ല ഓഫറുണ്ട് അത്യാവശ്യം. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ എന്നിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. വിശന്നിട്ട് കണ്ണൊക്കെ എന്തോ പോലെയാവുന്നു. നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരുവിധം എല്ലാ കടയിലും നമുക്ക് കയറാം. ഫ്ലൈറ്റ് 10 o'clock-നാണ്. ഇപ്പം 7 മണിയായതേ ഉള്ളൂ. സമയമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. പിന്നെ ഗേറ്റ് ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. നമുക്ക് പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഞാൻ ഈ കടയിൽ നിന്ന് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. നാച്ചുറലി ഫാസ്റ്റ് ഫുഡ്. സൂപ്പർ ഗ്രീൻ ഫലൈഫ്, റൈസ് ബോക്സസ്, ചില്ലി ചിക്കൻ. Barely scratching the surface. This obsession of mine is fueling the furnace. I'm up all night. ഗേറ്റ് ഏതാണെന്ന് കാണിച്ചിട്ടില്ല. 8:35 ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി. അതുകൊണ്ട് കുഴപ്പമില്ല, ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്, കറങ്ങാം. ഇതാണ് ലണ്ടൻ ഹീത്രോ എയർപോർട്ട്. അതിൻ്റെ ഏതോ ഒരു സൈഡ് മാത്രമാണ് ടെർമിനൽ 2. ഭയങ്കര തിരക്കുണ്ട്. ആ സൈഡിൽ കുറച്ച് ഫുഡിൻ്റെ ഷോപ്പുകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതെല്ലാം ബ്രാൻഡഡ് ഷോപ്പുകളാണ്. ഡിയോ, ഗുച്ചി, ബോസ്, ടിഫാനി ആൻഡ് കോ, ലൂയി വിറ്റൺ. ലൂയി വിറ്റണൊക്കെ ഇവിടെ ഉണ്ട്. ലൂയി വിറ്റണിൻ്റെ ഷോറൂം ഉണ്ട് ഗൈസ്. അവരുടെ തന്നെ ചെറിയൊരു കഫേ ഉണ്ട് ആ സൈഡിൽ. സ്റ്റാർബക്സ് കാണുന്നുണ്ട് ആ സൈഡിൽ. സ്റ്റാർബക്സിൽ പോകണം, വേണ്ട, സ്റ്റാർബക്സ് നാട്ടിലുണ്ടല്ലോ. വേറെന്തോ ഒരു കഫേ ഉണ്ടല്ലോ. ഞാൻ ഇതുവഴിയല്ലേ വന്നത്.
നമുക്ക് അവിടെ പോയി മെനു നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് ഈ റെസ്റ്റോറൻറ്റ്. ഈ ടെർമിനലിൻ്റെ പേര് ദി ക്വീൻസ് ടെർമിനൽ എന്ന്. ഇവിടുന്നൊരു കിട്ടില്ല ഒരു വ്യൂ ഉള്ള ഏരിയയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ കിടക്കുന്ന ഒരുപാട് ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. Barely scratching the surface. This obsession of mine is fueling the furnace. ഗൈസ്, അങ്ങനെ ഫുഡ് മേടിച്ചു. ഫുഡും ജ്യൂസും സ്മൂത്തി മേടിച്ചു. കൊള്ളാം, വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചല്ലോ. ഇതാ, ഇത് തായ് ഗ്രീൻ ചിക്കൻ കറി, പിന്നെ ഇത് സ്മൂത്തിയിൽ ലൈം, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. ഇതാണ് കുറച്ച് റൈസും ചിക്കനും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നോക്കട്ടെ. അതെ, കുറച്ച് ബ്രൗൺ റൈസാണ് കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിട്ടത്തില്ല അങ്ങനത്തെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ്. ഫ്ലൈറ്റിൽ കിട്ടുന്ന ഫുഡിൻ്റെ ടിപ്പിക്കൽ ടേസ്റ്റാണ്. കുഴപ്പമില്ല, കഴിക്കാം. ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജ്യൂസല്ല, സ്മൂത്തിയാണ്. സ്മൂത്തിയും കുഴപ്പമില്ല, കൊള്ളാം. കഴിച്ചിട്ട് വേണം ബാക്കി നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ. സോ ഞാൻ കഴിച്ചിട്ട് വരാം. സുവനീഴ്സ് നോക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നിരിക്കുന്നു. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. സുവനീഴ്സ് എന്തായാലും കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ ഉള്ളത്. അത്യാവശ്യം റേറ്റ്സ് ഉണ്ട്. ഇത് കൊള്ളാം. ഇത് ബ്രിട്ടീഷ് എയർവേസിൻ്റെ കോൺകോർഡ് എന്ന് പറയുന്ന ഫ്ലൈറ്റിൻ്റെ ഡൈകാസ്റ്റ് ആണ്. അതുപോലെ തന്നെ എമിറേറ്റ്സിൻ്റെതുണ്ട്, 20 pounds. ഇതിൽ തന്നെ ബ്രിട്ടീഷ് എയർവേസും ഉണ്ട്. ഡൈകാസ്റ്റ് മെറ്റൽ വിത്ത് പ്ലാസ്റ്റിക്. ഇത് ഞാൻ മേടിച്ചായിരുന്നു. ഇതെൻ്റെ ഇതുമുണ്ട്. വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എടുക്കാനാണ് നോക്കുന്നത്. ബിഗ് ബെൻ എൻ്റെ കയ്യിലില്ല. ബിഗ് ബെന്ന് നോക്കാം. ഹോട്ട് വീൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. മിക്കവാറും കോപ്പി റൈറ്റ് അടിക്കും. മിക്കവാറും നല്ല എന്തായാലും കോപ്പി റൈറ്റ് അടിക്കും. ഇവിടെ കുറച്ച് സോനീസ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ. കീ ചെയിന് സംഭവങ്ങൾ എന്തെങ്കിലും എന്തായാലും മേടിക്കണം. ഈ പെണ്ണ് മെറ്റലാണോ? ഇത് മെറ്റൽ പെണ്ണാ ഗൈസ്. കൊള്ളാം, മെറ്റൽ പെണ്ണാ. കുറച്ച് ടീഷർട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ വേറെ കുറേ സോവനിയർ ഐറ്റംസ്. ഇവിടെ എല്ലാം പാട്ടിട്ടേക്കാണ്, അതാണ് പണി.
മാക്സിമം എഡിറ്റ് ചെയ്ത് ഓൾ ഇടാം, നോയ്സ് റെഡ്യൂസ് ചെയ്ത് തരാം. നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ബുക്ക് സെക്ഷനാണ്. ബുക്സ് റീഡ് ചെയ്യണവർക്ക് പറ്റിയ സാധനം, റീഡിങ് ലൈറ്റ്. ബുക്കിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ആ ലൈറ്റ് യൂസ് ചെയ്യാം. ഞാൻ പിന്നെ ബുക്സൊന്നും അധികം വായിക്കാറില്ല, അതുകൊണ്ട് ഈ സെക്ഷനിലാണ്. ഞാനെന്നല്ല, ആരും വായിക്കാറില്ലെന്ന്, കുറവാണെന്ന് തോന്നുന്നു ആൾക്കാർ. ഈ സെക്ഷനിൽ ആൾക്കാർ കുറവ്. ഗൈസ്, ഞാനങ്ങനെ സ്റ്റാർബക്സിൽ വന്ന് അവിടെ നിന്ന് കഴിച്ചിട്ട് ഒന്നും ആയിട്ടില്ല, വിശക്കുന്നത്. അതുകൊണ്ട് സ്റ്റാർബക്സിൽ വന്ന് ഒരു ഐസ്ഡ് കോഫിയും ഒരു സാൻഡ്വിച്ചും എടുത്ത്. ഇനിയിപ്പോൾ വിശപ്പ് വരത്തില്ല, ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ ടൈമാവും, കുഴപ്പമില്ല. ഇതും കൂടെ ഒന്ന് കഴിച്ചേക്കാം. മറ്റേത് അവിടെ നിന്ന് ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, ബട്ട് ക്വാണ്ടിറ്റി കുറവായിരുന്നു. അനൗൺസ് ചെയ്തിട്ടുണ്ട് B35 ആണ്. ഇപ്പോൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ ടൈമായി, കയറാം. 35 മിനിറ്റ്സ് ഡിലേ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, കയറാം. ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടാണ് ദുബായ് എയർപോർട്ടും പിന്നെ ഈ ലണ്ടൻ ഹീത്രോ എയർപോർട്ടും. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ലിക്കേഴ്സൊക്കെ വയ്ക്കുന്ന. നല്ല രസമുണ്ട്. Barely scratching the surface. This obsession of mine is fueling the furnace. I'm up all night, intertwined. Darling, 787 എന്ന് പറയുന്ന ഫ്ലൈറ്റാണ്, 9 സീരീസ്. ഒരു രക്ഷയില്ല, എയർ ഇന്ത്യ ഇത്ര കിട്ടില്ലാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കിട്ടില്ല ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫ്ലൈറ്റ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ എന്തൊക്കെയുണ്ടെന്ന്. ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ ഈ എയർ ഇന്ത്യ ഇങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അവരൊരു ബ്ലാങ്കറ്റ് പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. ഇതെന്തുവാ ഇത്? ഹെഡ്ഫോൺസാണ്, റീയൂസബിൾ ഹെഡ്ഫോൺസ്. ഇന്നതാ ഈ ഒരു പില്ലോ തന്നിട്ടുണ്ട്. പില്ലോയിലൊക്കെ നല്ല കവറൊക്കെ ഇട്ടേക്കും, കൊള്ളാം. സീറ്റും കൊള്ളാം, അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്, സീറ്റും കൊള്ളാം. കൊള്ളാം, ഒരു രക്ഷയില്ല. കിട്ടില്ല, നല്ല ഫ്ലൈറ്റ്, ഒരു രക്ഷയില്ല. ബോയിങ് 787. സോ ഇനി ഇവിടുന്ന് ഏകദേശം 10 മണിക്കൂർ ഫ്ലൈറ്റ് ടൈമുണ്ട്. സോ ഇതിലെന്തെങ്കിലും മൂവിയൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കണ്ടിരിക്കാം, ബാക്കി കിടന്ന് ഉറങ്ങാം, ഫുഡ് കഴിക്കാം, ഇതൊക്കെ തന്നെയാണ് പരിപാടി. സോ നമ്മൾ ലണ്ടനിൽ നിന്ന് സ്ട്രെയിറ്റ് ടു ഡൽഹി. അപ്പം ഇനി ഡൽഹിയിൽ ഇറങ്ങിയിട്ട് കാണാം. ഗൈസ്, ഈ ഒരു സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്, ഹിന്ദി മൂവീസ് ഉണ്ട്, മലയാളം എയർ ഇന്ത്യയുടെ മാഗസീനുണ്ട്, namaste.ai. എയർ ഇന്ത്യയുടെ പുതിയ ലോഗോ കൊള്ളാം, നല്ല കിട്ടില്ല ഫോണ്ട് ആക്കിയിട്ടുണ്ട്, കൊള്ളാം സംഭവം. ഇത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്തുവാ, ഷോപ്പിംഗ് മാഗസീനാണോ? ഷോപ്പിംഗ് മാഗസീനല്ല, ജസ്റ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. എയർ ഇന്ത്യയുടെ സേഫ്റ്റി സംഭവം പറഞ്ഞിരുന്നു. ഇപ്പം ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഗൈസ്, മലയാളം മൂവി കിട്ടി, ആവേശം കിട്ടി, ബോട്ട് ലൈഫ് കിട്ടി, ആടുജീവിതം. ഇപ്പം മലയാളം ലാംഗ്വേജ് ആണെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും മലയാളം മൂവി ഉണ്ട്, ആവേശം ഉണ്ടായിരുന്നു. ഈ ഒരു UIയുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ UIയിൽ സെർച്ച് ബാർ ഇല്ല. അത് എയർ ഇന്ത്യയുടെ ഡിസൈൻ ടീം, UX/UI ഡിസൈൻ ടീം അത് ശ്രദ്ധിക്കണം. സെർച്ച് ബാറില്ല, അപ്പം നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ, ഇതിൽ ഫീച്ചേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വാട്ട്സ് ന്യൂ ദിസ് മന്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് നമ്മൾ പ്ലേ ചെയ്യുമ്പം ഇതിൽ കുറേ മൂവീസ് കാണിക്കുന്നുണ്ട്, മൂവീസും സീരീസും അതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മൾ
ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പാടുപെടും. കാരണം സെർച്ച് ബാർ ഇല്ല. ഉണ്ടോ? സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അത് എന്തായാലും എയർ ഇന്ത്യയുടെ UX പ്രോഡക്റ്റ് ഡിസൈൻ ടീം അതൊന്ന് ഫിക്സ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇത് കാണാൻ വിചാരിക്കുന്നു 12th ഫെയിൽ. കിട്ടില്ല മൂവിയാണ്, ഒരു രക്ഷയില്ലാത്ത മോട്ടിവേഷൻ മൂവിയാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, മൂവി ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. സോ ഗൈസ്, ഇതാണ് കിട്ടിയ ഫുഡ്. ഇറക്കിയത് നമുക്ക് റൈസ്, ചിക്കൻ കറി, ഗ്രേവി, പിന്നെ ഇത് ഡെസേർട്ടാണ്, ചോക്ലേറ്റ് ഡെസേർട്ട് ഈ ഒരു സംഭവം. പിന്നെ കടലയുണ്ട്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്, ഇതെന്തോ വീറ്റ് റോൾ എന്ന് പറയുന്ന സാധനം, പിന്നെ ഒരു സ്പ്രെഡ്, ഒരു ടിഷ്യൂ വൈപ്പും ഉണ്ട്, കട്ട്ലറീസും ഉണ്ട്. സംഭവം ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, നല്ല ഹോട്ടാണ്, ഫ്രഷ് ഫുഡ്. ടേസ്റ്റ് എന്തായാലും ഉണ്ട്. നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈലാണ് ഫ്ലേവറിംഗ് ഒക്കെ. സോ ഫുഡിന് 9/10. ഗൈസ്, അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഡ്ഡലി, ഉപ്പുമാവ്, പിന്നെ സാമ്പാർ, പിന്നെ ഓറഞ്ച് ജ്യൂസ്, ക്രോസൻസ്, ഒരു കുക്കീസ്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജാമും ഉണ്ട്, ഒരു സ്ട്രോബെറി ജാമും ഉണ്ട്. ഗൈസ്, അങ്ങനെ ഞാൻ ഒടുവിൽ ട്രിവാൻഡ്രം എത്തി. ന്യൂഡൽഹിയിൽ ഫ്ലൈറ്റ് എടുക്കാൻ പെട്ട പാട്. അവിടെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. ആകെ 2 മണിക്കൂറാണ് കണക്ഷൻ ഫ്ലൈറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നത്. അതിലൊരു 1.5 മണിക്കൂർ അവിടെ പോയി. ഫ്ലൈറ്റ് കയറി 20 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ അവിടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയത്. എന്ത് ചെയ്യാനും, ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷും. ബാഗിലുള്ള സാധനം എല്ലാം പുറത്തിട്ടൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ടൈം ഡിലേയും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ട്രിവാൻഡ്രം എത്തി. അവിടെ നിന്ന് ഒരു 3 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരുന്നു ന്യൂഡൽഹിയിൽ നിന്ന്. ട്രിവാൻഡ്രം എത്തി. ചേട്ടനെയും ചേച്ചീനെയും കുഞ്ഞുമാവേനെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു. അവർ വന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇനി നമുക്ക് കുറച്ച് ദിവസം ട്രിവാൻഡ്രം വ്ളോഗ്സും വേറൊരു ലൊക്കേഷനും കൂടെ വ്ളോഗ്സിൽ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഡൽഹിയിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, അവിടെ ഇന്നിപ്പം മറ്റേ ഇന്ത്യ പാക് പ്രശ്നം നടക്കുന്നതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റും അതുവഴിയാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ തിരക്ക്. അപ്പം എൻ്റെ ഫ്ലൈറ്റ് ഞാൻ അവിടെ ഇറങ്ങിയത് 1:45 1:50 എന്തോണ്. എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് 3:20 അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ഞാൻ ലഗേജ് എടുത്ത് ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ലഗേജ് ഡ്രോപ്പ് ചെയ്ത് വേണം ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുക്കാൻ. അതിൻ്റെ ഇടയിൽ സെക്യൂരിറ്റി ചെക്ക്. അപ്പം എൻ്റെ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പുറത്തെടുത്തിടണം. ലണ്ടനിലാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവിടെ നമ്മൾ എന്തൊക്കെയുണ്ട് അതെല്ലാം ആ ബാഗിൽ വെച്ച് അങ്ങ് ഒരു സ്കാൻ ചെയ്തിട്ടുള്ളൂ. ആ മെഷീനൊക്കെ ഇവിടെയും കൊണ്ടുവരണം. കാരണം ഇവിടെ ടൈം പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാഗിൽ നിന്ന് എടുത്ത് പുറത്തിടുന്നതിന് ഒരു ടൈം, പിന്നെ അത് ട്രേ കൂടെ വരുന്നത് അടുത്തത്, അത് കഴിഞ്ഞ് വീണ്ടും അത് അവർ ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചെക്ക് ചെയ്യും, ചിലപ്പോൾ ചെക്ക് ചെയ്യില്ല, ചിലപ്പം ചോദിക്കാം എന്തൊക്കെയാണ് ഇതൊക്കെ എന്നൊക്കെ. അതിന് വീണ്ടും ടൈം, പിന്നെ ഇതെല്ലാം പിറക്കി ബാഗിൽ വീണ്ടും വയ്ക്കണം. അങ്ങനെ ടൈം പോയി സമയം അങ്ങ് പോയി. ജസ്റ്റ് മിസ്. പിന്നെ എല്ലാ ഫ്ലൈറ്റും ഡിലേ ആണ്. അതുകൊണ്ട് ഈ ഫ്ലൈറ്റ് പോയില്ല. അല്ലാതെ നോർമൽ ഇപ്പോൾ സർവീസ് ഉള്ളതായിരുന്നെങ്കിൽ 20 മിനിറ്റ് മുമ്പ് അവരെ ഗേറ്റ് എന്തായാലും ക്ലോസ് ചെയ്യും. ഭാഗ്യത്തിനെന്തോ ഗേറ്റ് ക്ലോസ് ചെയ്തില്ല, കയറാൻ പറ്റി. അതുകൊണ്ട് ഇപ്പം കറക്റ്റായിട്ട് ഇവിടെ എത്തി. അതുകൊണ്ട് ഈ കാര്യമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്തെടുക്കണമെന്ന് പറയുള്ളൂ. എനിക്കൊന്ന് ഡൽഹി എയർപോർട്ട് ഭയങ്കര റഷ് തന്നെയാണ് ഓൾമോസ്റ്റ് എപ്പോഴും. സോ അതൊന്ന് മാറ്റണം. ഈ ലണ്ടൻ എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന മെഷീൻസ് സിസ്റ്റമൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ പോരെ, അതെങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. നമ്മുടെ ഫ്യൂച്ചറല്ലേ, അപ്പോൾ അതുപോലെ ഗ്രോത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ എളുപ്പം. നമ്മൾ ബാഗിൽ നിന്ന് ഒന്നും എടുത്ത് പുറത്തിടണ്ട, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും പുറത്തിടണ്ട, എല്ലാം അതിൽ വെച്ചാൽ മതി. നമുക്ക് ആ സ്കാൻ ചെയ്ത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു 3 ലഗേജ് ഉണ്ട് ഗൈസ്. 3 അല്ല 4 ഉണ്ട്. ഈ രണ്ട് വലിയ ട്രോളി, ഈ ഒരു ട്രോളി ക്യാബിൻ സൈസ്, പിന്നെ ആ ഒരു ബാഗ്, ലാപ്ടോപ്പിന്, ഇത്രയുണ്ട്. ഈ ബാഗിൻ്റെ സിബ് ലോക്ക് ചെയ്യാൻ ഞാൻ മറന്നു എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഓപ്പണായി കിടക്കണം. ഇത് വെയിറ്റും കുറഞ്ഞു. വെയിറ്റൊന്നും കുറഞ്ഞില്ല. സാധനമൊക്കെ കാണുമായിരിക്കും. എന്തായാലും ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. ഇനി നമുക്ക് ട്രിവാൻഡ്രം കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം, വേറെ ചില ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യണം, ട്രിപ്പ് പോകണം. അങ്ങനെ കുറേ തിരക്കുള്ള അടുത്ത കുറേ വ്ളോഗ്സുകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക്
UK പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ UK എങ്ങനെയാണ് അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിയണോ, ഇപ്പം നിങ്ങൾ UK പോവുകയാണ്, വർക്ക് ചെയ്യാനോ സ്റ്റഡീസിനോ പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. UK ചിലർ പറയാത്ത കുറേ സംഭവങ്ങൾ എനിക്കറിയാം ഇപ്പം, അതുകൊണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. വിദൂരയിൽ നിന്നും കാറ്, അതാ വിദൂരയിൽ നിന്നും കാറ് വരികയാണ് ഗൈസ്. എത്തി എത്തി എത്തിവാനേ. ഓ ചേച്ചി, ആമി മോളെ, ആമി കുട്ടോ എവിടെ? ഇതാരെന്നെ ചാച്ചുന്ന ഒരക്കാണ് ആമി കുട്ടോ ഉറങ്ങുമായിരുന്നോ? അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. വീണ്ടും ഇതാ ഡ്രൈവിംഗ് സീറ്റിലോട്ട്. This obsession of mine